പമ്പയിൽ നിന്ന് ഭക്തരെ ശബരിമലയിലേക്ക് കസേരയിൽ ചുമടായി എത്തിക്കുന്ന ഡോളി സർവീസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാന പൊതുമരാമത്ത് വിജിലൻസ് പരിശോധനകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ ആദ്യ ദിനം തന്നെ സർവീസ് ആരംഭിക്കാൻ തൊഴിലാളികൾക്ക് സാധിച്ചില്ല. സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് മല കയറാനാകാതെ ശാരീരിക പരിമിതിയുള്ള അയ്യപ്പ ഭക്തർ പമ്പയിൽ വിരിവെക്കുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റം അതാണ് കേരള സർക്കാർ എന്ന് പറയേണ്ടി വരും. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഡോളി സർവീസ് പ്രതിസന്ധിയിലാകുന്നതോടെ ഭക്തർ പ്രതിസന്ധിയിലാകുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരം, ഗോകുൽ? അശ്വതി, തീർത്ഥാടകർക്ക് മേൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡും സർക്കാരും തന്നെയാണ് ഇപ്പോൾ ശാരീരിക പരിമിതികളുള്ള തീർത്ഥാടകർക്ക് മേലും ഇത്തരത്തിൽ ദുരിതം വിതറുന്നത്. അതായത് ശബരിമലയിലേക്ക് കാൽനടയായിട്ട് കയറാൻ സാധിക്കാത്ത ശാരീരിക വെല്ലുവിളി നേരിടുന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും വേണ്ടിയിട്ട് ഡോളി സർവീസ് ശബരിമലയിൽ പതിവുള്ളതാണ്. അതായത് കസേരയിൽ തലച്ചുമടായിട്ട് തൊഴിലാളികൾ തീർത്ഥാടകരെ സന്നിധാനത്തെത്തിക്കുന്ന പതിവാണ് ഡോളി എന്ന് പറയുന്നത്. ആ ഡോളി സർവീസ് ഈ വർഷം എന്തായാലും ഇതുവരെ തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. നട തുറന്ന് ഇത്രയും സമയമായിട്ടും, അല്ലെങ്കിൽ രാവിലെ മുതൽ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റി വിട്ട് തുടങ്ങിയിട്ടും ഡോളി സർവീസ് തുടങ്ങാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഡോളി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അതായത് അവർക്കിങ്ങനെ സർവീസ് നടത്തണമെങ്കിൽ ചില ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ക്ലിയറൻസ് രേഖകളൊക്കെ അവരുടെ കൈവശം ഉണ്ടാകണം. അതായത് സന്നിധാനത്തെ മരാമത്തും അതോടൊപ്പം തന്നെ വിജിലൻസ് അടക്കമുള്ള ആളുകൾ പരിശോധിച്ചതിന് ശേഷം അതിനുള്ള അനുമതി പത്രം ഈ ഡോളി തൊഴിലാളികൾക്ക് നൽകണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സർവീസ് നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നിലവിൽ എന്തായാലും ഈ ഘട്ടത്തിൽ ഇതുവരെയും നൽകാത്തത് കൊണ്ടാണ് ഡോളി സർവീസ് ആരംഭിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഈ ഡോളി തൊഴിലാളികൾ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോളി സർവീസ് ഈ നിലച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ശാരീരിക പരിമിതികളുള്ള അയ്യപ്പന്മാർക്ക് തീർത്ഥാടനം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അവരൊക്കെ രാവിലെ മുതൽ എത്തിയവരും ഇന്നലെ രാത്രി മുതൽ എത്തിയവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ നിലവിൽ മല കയറാൻ സാധിക്കാതെ പമ്പയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി എന്തായാലും നാളെ തൊട്ട് തീർത്ഥാടകരുടെ തിരക്കും കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഈ തീർത്ഥാടകർ, അതായത് ഇന്ന് കയറാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള തീർത്ഥാടകർ, അവർക്ക് വെർച്വൽ ക്യൂവിലൊക്കെ കൃത്യമായിട്ട് സ്ലോട്ടുകളൊക്കെ ഉണ്ട്. ദർശനം നടത്താൻ വേണ്ടി ഇത്ര സമയത്ത് അവിടെ എത്തണം എന്നുള്ള രീതിയിൽ സ്ലോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് തന്നെ ആ സ്ലോട്ടുകളിൽ അവിടെ എത്തി ദർശനം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നോക്കിക്കാണേണ്ടത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. മറ്റ് തീർത്ഥാടകർക്ക് മേൽ വലിയ ഇത്തരത്തിൽ ദ്രോഹവും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിൽ ശാരീരിക പരിമിതി നേരിടുന്നവർക്ക് മേൽ കൂടി സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഈ ഒരു കടുത്ത അനാസ്ഥ.